പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്ന ഏവരെയും ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2025 രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്ക് അല്പനേരം ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തി മാന്യ സഹോദരി ഫാനി ജോസഫ് ഓൺ ദ ലൈൻ, ഫാനിയോട് ചേർന്ന് നമുക്ക് അല്പസമയം ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഫാനി, വുഡ് യു പ്ലീസ്? ഹല്ലേലൂയ. കർത്താവിന്റെ ധന്യമേറിയ നാമം ഈ സന്ധ്യയിൽ ഈ മീറ്റിംഗിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി മിനിസ്ട്രിയിൽ കൂടി ഈ സൂം മീറ്റിംഗിൽ ഒരു പ്രാവശ്യം കൂടി ദൈവത്തെ ആരാധിപ്പാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന ഈ വിലയേറിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമത്തെ ഈ ആരാധനയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. തികഞ്ഞ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് വാക്തവമായി ഇടപെടും. ദൈവം നിങ്ങളെ സ്പർശിക്കും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ആരാധന ഒരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഇന്ന് രാത്രിയിൽ നമുക്കായിരിക്കാം. ഹല്ലേലൂയ. നമ്മൾ ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ സ്വർഗ്ഗം ആരാധനയിൽ സന്തോഷിക്കും. ഭയങ്കര ദൈവ മഹത്വം ഇരിക്കുന്ന ഇടങ്ങളിൽ ചലിക്കുവാനിടയാകും. ആമേൻ. നമ്മുടെ ഭയത്തിന് ഇനി സ്ഥാനമില്ല, നിരാശയ്ക്ക് സ്ഥാനമില്ല. പ്രിയരെ, ഞാൻ ഹൃദയം തുറന്ന് നിങ്ങളോട് പറയാം, നമ്മുടെ ഭാവി നിർണയിക്കുന്നത് നമ്മൾ ആരുമല്ല. നമ്മുടെ ഭാവി കർത്താവിന്റെ കൈകളിലാണ്. ഹല്ലേലൂയ. നിരാശയ്ക്ക് സ്ഥാനമില്ല. ദൈവം നമ്മളെ പ്രത്യാശയാൽ ഈ രാത്രികാലം നിറയ്ക്കുവാനിടയാകും. ഹല്ലേലൂയ. നമ്മുടെ മരണ ഭയമെല്ലാം മാറ്റി, ശത്രു ഭയമെല്ലാം നീക്കി ദൈവം നമ്മളെ ധൈര്യത്തോടെ നിർത്തും. ആമേൻ. മരണത്തെ ജയിച്ചവൻ, ശത്രുവിന്റെ തലയെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാണ് നമ്മുടെ ദൈവം. നാം ആരാധിക്കുന്ന, നാം സേവിക്കുന്ന ഈ ദൈവത്തെ നമുക്ക് ഒന്നിച്ച് നന്ദിയോടെ പാടി സ്തുതിക്കാം. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ആത്മധൈര്യം പകരട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനം. പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയം ഇനി എന്നിൽ സ്ഥാനമില്ല. എൻ ഭാവിയെല്ലാം നാഗൻ കരങ്ങളില്ല. നിരാശ ഇനി എന്നിൽ തൊടുകയില്ല. പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ മരണഭയം എല്ലാം മാറിടട്ടെ. ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണഭയം എല്ലാം മാറിടട്ടെ. ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിലും മീതെ ഉന്നതനാ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിലും മീതെ ഉന്നതനാ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയായി.
തലമുറയായി ഞങ്ങളുടെ കന്യകമായ ദൈവമേ, ഞങ്ങളുടെ പ്രാണനെ രക്ഷിച്ചവനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അവിടുന്ന് ഇസ്രായേലിന്റെ കാവൽക്കാരൻ, അവിടുന്ന് മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. അവിടുന്ന് ഞങ്ങളുടെ പരിപാലകനാകിയാൽ തോക്കണം. അപ്പാ, ഞങ്ങളുടെ വലതു ഭാഗത്ത് അവിടുന്ന് കടലാണ്. നന്ദി പിതാവേ. ഹല്ലേലൂയ. ആ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് നാം ഇന്ന് ധൈര്യത്തോടെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഒന്നിച്ച് കൈകൾ അടിച്ച് ആത്മനിറവിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കാൻ പോകുന്നു. പ്രിയരെ, നമ്മുടെ പാറയാകുന്ന, നമ്മുടെ പരിചയാകുന്ന, ആമേൻ, മഹിമയും ദയയും നിറഞ്ഞ ആ ദൈവത്തെ നമുക്ക് ഒന്നിച്ച് സ്തുതിച്ച് ആരാധിക്കാം. നമ്മുടെ ബലഹീനതയിൽ, ബലഹീന നേരങ്ങളിൽ കർത്താവിന്റെ കൃപ നമുക്ക് കന്ന് നമ്മളെ അത്ഭുതമായി നടത്തുന്ന ഈ നല്ല കർത്താവിനെ നമുക്ക് ഒരുമിച്ച് പാടി ആരാധിക്കാം. എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയെ. ചേർന്ന് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. എല്ലാവർക്കും ചേർന്ന് എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനെ, എന്നുമെന്നും സ്തുതി നിനക്ക്. മഹിമയും ബലവും നിറഞ്ഞവനെ, എന്നെന്നും സ്തുതി നിനക്ക്. ആരാധന, ആരാധന അങ്ങേക്ക്, 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 ആരാധന അങ്ങേക്ക്. എന്റെ ബലഹീന നേരങ്ങളിൽ നിൻ കൃപ എന്നിൽ തന്നല്ലോ നീ. എന്റെ ബലഹീന നേരങ്ങളിൽ നിൻ കൃപ എന്നിൽ തന്നല്ലോ നീ. യേശുനാഥ, യേശുനാഥ, നീ എൻ ബലമായതാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥ, നീ എൻ ബലമായതാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. ആരാധന അങ്ങേക്ക്, ആരാധന
പ്രിയ പിതാവേ, അങ്ങയുടെ കൃപയ്ക്കും അവിടുത്തെ നിറവിനും അവിടുത്തെ ദയയ്ക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ ജനത്തെ കർത്താവ് അനുഗ്രഹിച്ച് അങ്ങയുടെ തിരുമുഖത്തെ പ്രകാശിപ്പിച്ച് അവിടുന്ന് കൃപയോടെ നിർത്തുന്നതിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ കരുണയും ദയയും വിശ്വസ്തതയും ഒക്കെ ഈ ജനത്തെ അറിയിക്കുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇങ്ങനൊരു അവസരം കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്തൃദാസന്മാരെയും കുടുംബങ്ങളെയും എല്ലാവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മിറാക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രീസിന്റെ ഇന്നത്തെ മീറ്റിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറിയിക്കുന്നു. ഇന്ന് നമ്മളോട് സാക്ഷ്യം പറയുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് ഏലപ്പാറ സ്വദേശിയായ സിസ്റ്റർ ആൻസി പൗലോസ് ആണ്. തനിക്ക് നഴ്സായിട്ട് ജോലി ഉണ്ടായിരുന്നുവെങ്കിലും ദീർഘകാലം ഛത്തീസ്ഗഡിന്റെ പ്രദേശങ്ങളിൽ കുടുംബമായി കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് ഇടയാക്കി. പ്രിയ പാസ്റ്റർ യേശുദാസ് വർഗീസിനോടൊപ്പം ഏകദേശം 2003 തൊട്ട് ഛത്തീസ്ഗഡിന്റെ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുവാൻ കർത്താവിന്റെ മിനിസ്ട്രിയോടനുബന്ധിച്ച് വേല ചെയ്യുവാനായിട്ട് ദൈവം ഇടയാക്കി. അവിടെ അനേകം പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതിൻ്റെയൊക്കെ നടുവിൽ കർത്താവ് വളരെ ക്ഷേമമായി അവരെ നടത്തുകയൊക്കെ ചെയ്തു. എന്നാൽ 2018 ആകസ്മികമായി ഹിന്ദു എക്സ്ട്രീമിസ്റ്റിന്റെ കുറച്ച് പ്രയാസങ്ങൾ നേരിടുകയും അതുമൂലം സുവിശേഷ വിരോധികൾ മനഃപൂർവ്വമായി ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി പാസ്റ്റർ യേശുദാസ് വർഗീസ് അതിൽ കൊല്ലപ്പെടുകയും ചെയ്തു. എന്നാൽ കർത്താവിനോടുള്ള സ്നേഹത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രിയ സിസ്റ്റർ ആൻസി കർത്താവിന്റെ വേല തുടരുക തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നാട്ടിൽ മുട്ടുമൺ എന്ന പ്രദേശത്താണ് ആയിരിക്കുന്നത്. പ്രിയ സഹോദരിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ കർത്താവ് അവരെ നടത്തിയത് എപ്രകാരമാണെന്നും പരിശുദ്ധാത്മാവ് ഇത്രത്തോളം നാളുകൾ എങ്ങനെയാണ് അവരെ മുൻപോട്ട് നയിച്ചതെന്നും നമുക്ക് കേൾക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കണമേ. സിസ്റ്റർ ആൻസി പൗലോസിനെ സാക്ഷ്യം പറയുന്നതിനായി ക്ഷണിച്ചോളുന്നു. താങ്ക് യു സോ മച്ച്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ മോർണിംഗ് ആണ്, പലർക്കും ഈവനിങ് ആണെന്ന് എനിക്കറിയാം. സമയഭേദം കൂടാതെ പ്രാണപ്രിയന്റെ പാദപീഠത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ അപ്പായുടെ വിളിയും തെരഞ്ഞെടുപ്പും ഏറ്റവും ശ്രേഷ്ഠമെന്നെണ്ണി ഈ മാധ്യമത്തിൽ എന്നെ വീക്ഷിക്കുന്ന ദൈവനിയോഗം ശിരസാ വഹിച്ചുകൊണ്ട് അപ്പയുടെ പിന്നാലെ അനുഗമിക്കുന്ന അനേകർക്ക് മാതൃകയായി അപ്പയുടെ സ്വഭാവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അപ്പയെ വരച്ചു കാണിക്കുന്ന അഭിഷിക്തന്മാർക്കും അതിനെ അനുഗമിക്കുന്ന ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ സാക്ഷിയായി നിൽക്കുവാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ അപ്പായെ ഉയർത്തുന്നതിൽ കവിഞ്ഞ് ജീവിതത്തിൽ ഒരു സന്തോഷമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ മിറക്കുലസ് ഹാൻഡ് ഓഫ് ജീസസിലെ പ്രിയ അച്ചായൻ എന്നെ വിളിച്ചപ്പോൾ 1-2 പ്രാവശ്യം വിളിച്ചപ്പോഴൊന്നും എനിക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ദൈവത്തിന്റെ സമയം ഇപ്പോഴാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. തിരുവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്റെ കണ്ണ് നിന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ ഇവയെല്ലാം എന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. അങ്ങനെയെങ്കിൽ തന്റെ തിരുനെണ്ണത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിൽ ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്തിലും അവരെ ഓരോരുത്തരും എവിടെ, എങ്ങനെ, ആരോടൊപ്പം എങ്ങനെയായിരിക്കണമെന്നുള്ളത് അപ്പയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാ. ജാതകം കുറിച്ച് ജനിച്ചതിന് ശേഷം എഴുതാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എഴുതാൻ എൻ്റെ അപ്പയെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. എൻ്റെ അപ്പയെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ആ എഴുത്ത് എന്നെ കൊണ്ട് എഴുതിയിരുന്നത് ഈ പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുക എന്നുള്ളതായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഏതു സാക്ഷ്യത്തിന്റെയും ദൈവഗതപ്രകാരമുള്ള ഏത് മീറ്റിങ്ങിന്റെയും അടിസ്ഥാനം വചനമാണല്ലോ. 2 തിരുവചന ഭാഗം വായിച്ചിട്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുക. ആ വചനമാണ് നമ്മെ നിലനിർത്തുന്നത്. ആ വചനമാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്.
ആ വചനമാണ് നമ്മുടെ എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്നുള്ള ആ ഹൃദയംഗമായ വിശ്വാസം ആ വചന വായനയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയും കൂടെ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഒരു തിരുവചന ഭാഗം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ക്രിസ്തുവിൽ ശരണപ്പെടുക. യിരെമ്യാ പ്രവചനം 29-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. വാക്യം ഇങ്ങനെയാ പറയുന്നത്: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന യഹോവയുടെ അരുളപ്പാട്. രണ്ട് ഭാഗത്തും കാണാൻ കഴിയുന്നത് ഒരു ഭക്തന്റെ ജീവിതത്തിലെ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് മുഴുവനും നന്മയ്ക്കാക്കുന്ന ഒരു ദൈവം, ശത്രു തിന്മയ്ക്കായി വിതയ്ക്കുന്നതിനെ നന്മയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ പ്രത്യാശിക്കുന്ന, ഞാൻ ഏറെ സ്നേഹിക്കുന്ന, എൻ്റെ പ്രാണന ഉള്ളിൽ അല്ലിച്ചേർന്നിരിക്കുന്ന എൻ്റെ യേശുപ്പ മാത്രമേ ഉള്ളൂ. പ്രിയ ഷേർലി സിസ്റ്റർ പറഞ്ഞതുപോലെ ഏലപ്പാറ സ്വദേശിയാണ് ഞാൻ. തേയിലത്തോട്ടത്തിൽ തേയില നുള്ളിക്കൊണ്ടിരിക്കുന്ന അമ്മയും തികഞ്ഞ മദ്യപാനിയായ തേയിലത്തോട്ടത്തിൽ തന്നെ ഡ്രൈവറായ ഒരു പിതാവിൻ്റെയും 3 മക്കളിൽ മൂത്തവളായി ജനിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. റോമൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മധുബാ ഡെക്കറേഷനും പാട്ടുകുർബാനയുമായിട്ടൊക്കെ നടന്നൊരു സമയം. ആ സമയത്ത് ശ്വാസമെടുക്കാൻ വെള്ളം ഒഴുകിപ്പോകുന്ന കാനയുടെ സൈഡിലാണ് ഞങ്ങൾക്ക് എസ്റ്റേറ്റുകാർ പണി കഴിപ്പിച്ചു തന്ന ഒറ്റമുറി വീട്. ആ ഒറ്റമുറി വീടിന്റെ വാതിൽക്കലിരുന്ന് വെള്ളം ഒഴുകിപ്പോകുന്ന കാനയുടെ സൈഡിലിരുന്ന് ശ്വാസമെടുക്കാൻ തത്രപ്പാട് കഴിക്കുന്ന എൻ്റെ അമ്മ ആ ജംഗ്ഷനിൽ നിന്ന് ഒരു സുവിശേഷകൻ വിളിച്ചു പറയുന്നത് കേട്ടു: ഇന്ന് മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെ പോകുമെന്ന്. പ്രിയമുള്ളവരെ, അമ്മയുടെ രോഗവും അപ്പന്റെ മദ്യപാനവും ഞങ്ങളെ തികഞ്ഞ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിക്കുവാൻ ഇടയായി തീർന്നു. പിതാവിന് കിട്ടുന്ന നന്മ മുഴുവൻ മദ്യപിച്ച് തീർക്കും. മാതാവിന് കിട്ടുന്ന നന്മ മുഴുവൻ എസ്റ്റേറ്റിലെ ജോലിക്കായി, എസ്റ്റേറ്റിലെ ജോലി ചെയ്ത് കിട്ടുന്ന നന്മ മുഴുവൻ എസ്റ്റേറ്റിലെ ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ എടുക്കാനും ഹോസ്പിറ്റലൈസേഷനും മാത്രമായി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പട്ടിണിയുടെ നെല്ലിപ്പലക കണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി 7-ലധികം വീടുകൾ കയറിയിറങ്ങിയൊരു ബാല്യം. നല്ലൊരു വസ്ത്രം ധരിക്കാനില്ലാതെ തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറി പാർക്കുന്ന തമിഴ് കുട്ടികളുടെ മുഷിഞ്ഞ വസ്ത്രം പോലും വാങ്ങിച്ച് ഇട്ടുകൊണ്ട് നടന്ന ബാല്യം. ഒത്തിരി കരഞ്ഞിട്ടുണ്ട് വയറ് നിറച്ച് അല്പം ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി. ഒത്തിരി കൊതിച്ചിട്ടുണ്ട് അല്പം ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ എന്ന്. പക്ഷെ പലപ്പോഴും ജീവിതത്തിന്റെ അവസ്ഥ ഞങ്ങളെ പട്ടിണിയിലേക്ക് തന്നെ കൂപ്പുകുത്തിച്ചുകൊണ്ടിരുന്നു. ഈ ദൈവദാസന്റെ ചോദ്യം എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ പൂർണ്ണമായി മാറി മറിച്ചു. അമ്മ ദൈവസന്നിധിയിൽ തീരുമാനിച്ചു, എന്തായാലും ഞാൻ മരിക്കും. ശ്വാസമെടുക്കാൻ തത്രപ്പാട് കഴിക്കുകയാണ്. സ്കൂളിൽ പോയിട്ട് പലപ്പോഴും ഓടി അലച്ച ഞങ്ങൾ വീട്ടിലോട്ട് വന്നുകൊണ്ടിരുന്നത്. കാരണം അമ്മ വീട്ടിലാണോ ഹോസ്പിറ്റലാണോ അതോ മരണപ്പെട്ടു പോയോ എന്നുള്ള ഭയം ഞങ്ങളുടെ മക്കളുടെ 3 പേരുടെയും ഹൃദയത്തെ ഭരിച്ചിരുന്നു ആഴമായി. മൂത്തവളായ എനിക്ക് എപ്പോഴും ഹൃദയത്തിനകത്ത് ഒരു സ്തംഭനം പോലെയായിരുന്നു അമ്മേനെ ഒറ്റയ്ക്ക് ഭവനത്തിലാക്കിയിട്ട് പോകുന്ന അവസ്ഥ. അങ്ങനെ ഒരു ദിവസം ഈ ദൈവദാസന്റെ വാക്ക് കേട്ട് ശ്വാസമെടുക്കാൻ തത്രപ്പാട് കഴിച്ച് മരണപ്പെട്ടു പോകുമെന്ന് ഉറപ്പിച്ച് എൻ്റെ അമ്മ ദൈവദാസനെ കൈകാട്ടി അടുത്ത് വിളിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു യേശുവിനെ കുറിച്ച് പറയാൻ. അദ്ദേഹം എൻ്റെ നല്ല സഖിയായ യേശുവിനെ കുറിച്ച് എൻ്റെ അമ്മയോട് പറഞ്ഞു. അമ്മ അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്ക്: അമ്മയൊക്കെ 7 മക്കളാ, സഹോദരങ്ങൾ, കസിൻസ് എല്ലാം ഉണ്ട്, കന്യാസ്ത്രീകളും അച്ഛന്മാരും എല്ലാം ഒരു നിറഞ്ഞ ഒരു കുടുംബമാ. അമ്മ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഇന്നല്ലേ നാളെ ഞാൻ മരിക്കും. ആ മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ട ഈ കൊടും തണുപ്പത്ത് ആസ്മാരോഗിയായി ഞാൻ ഈ വെള്ളം ഒഴുകിപ്പോകുന്ന ഓടയുടെ സൈഡിൽ ഇരിക്കുന്നത്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇത് കേട്ടപ്പോൾ ഒരാഗ്രഹം, ഞാൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണമെന്ന് അങ്ങ് പറഞ്ഞത് ശരിയാണോ എന്ന് വിക്കി വരുന്ന അധരങ്ങളാൽ ആ ദൈവദാസനോട് ചോദിച്ചു. ആ ദൈവദാസൻ യേശുവിനെ കുറിച്ചും സുവിശേഷത്തെ കുറിച്ചും ജീവനുള്ള സദ്വാർത്ത
എൻ്റെ അമ്മയുടെ കർണപിടങ്ങളിലേക്ക് പകർന്നു കൊടുത്തു. അത് കേട്ട എൻ്റെ അമ്മ അപ്പോൾ തന്നെ യേശുവിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ചു. ദേവദാസനോട് പറഞ്ഞില്ലെങ്കിലും എന്നോട് പറഞ്ഞു, സ്നാനപ്പെടാതെ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷെ എൻ്റെ ഹൃദയത്തിനകത്ത് ഒരാഗ്രഹം, ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ എൻ്റെ മുമ്പിൽ സ്നാനപ്പെടാൻ എനിക്കൊരു അവസരം കിട്ടിയില്ലെങ്കിലും എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും എന്ന ഒരു ചിന്ത എൻ്റെ അമ്മയുടെ ഹൃദയത്തിന്റെ അകത്തളത്തെ നിറയുവാനിടയായി തീർന്നു. എൻ്റെ അമ്മ അപ്പോൾ തന്നെ യേശുവിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ചു. എന്നാൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ സിറ്റുവേഷൻസിനൊന്നും മാറ്റം വന്നില്ല. അപ്പൻ തികഞ്ഞ മദ്യപാനി തന്നെ, പട്ടിണി തന്നെ. കുടുംബത്തില് പലപ്പോഴും വളരെയധികം വേദനയോടെ അടുക്കള വശത്തിറങ്ങി വെള്ളം പിടിക്കുന്ന പൈപ്പിന്റെ ചുവട്ടിൽ വിശന്ന് മാറിയിരുന്ന് കരയേണ്ടി വന്നിട്ടുണ്ട്. എന്നാണ് ഈ സ്ഥിതിക്ക് ഒരു മാറ്റം വരുന്നതെന്ന് ഓർത്ത് പല കുട്ടികളും സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് വേസ്റ്റ് ആക്കുമ്പോൾ, പല കുട്ടികളും മാറി മാറി ഡ്രസ് ഇടുമ്പോൾ അവരുടെ നടുവിൽ പരിഹാസ്യതയായി കുടിയന്റെ മക്കൾ എന്ന ലേബലോടുകൂടി നിൽക്കേണ്ടി വന്ന അവസ്ഥ ജീവിതത്തിൽ ഇന്നും മറക്കാനാവതല്ല. പക്ഷെ ദൈവമക്കളെ, കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നും വന്നില്ലെങ്കിലും അതുവരെ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്തൊരു ദൈവ സമാധാനത്താൽ പ്രാണപ്രിയൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറച്ചു. അതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു ദൈവ സമാധാനം എൻ്റെ അമ്മയുടെ ആദരത്തിൽ നിന്ന് തന്നെ എൻ്റെ അമ്മ പറയുകയുണ്ടായി, ആരും പകർന്നു തന്നിട്ടില്ലാത്തൊരു സമാധാനം എൻ്റെ ഹൃദയത്തിലുണ്ട്, ആ സമാധാനം ഞാൻ മക്കൾക്ക് തരാട്ടോ എന്ന് പറഞ്ഞ് ആ ഞായറാഴ്ച മുതൽ ഞങ്ങളെ 3 പേരെയും പെന്തക്കോസ്ത് കൂട്ടായ്മയിലേക്ക് ഞങ്ങളുടെ അമ്മ കൊണ്ടുപോയി. അത് ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൂടുതൽ സൃഷ്ടിക്കുക ചെയ്തത്. അപ്പൻ തികഞ്ഞ മദ്യപാനിയ. ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം എല്ലാം റോമൻ കാത്തലിക്സ്. അമ്മയുടെ കസിൻസും പ്രിയപ്പെട്ടവരെല്ലാം പരിസരത്ത് തന്നെ താമസിക്കുന്നുണ്ട്. എന്നെ മദ്യപിച്ച് വരുന്ന എൻ്റെ പിതാവിനോട് പലരും പറഞ്ഞു, അവളെ പെന്തക്കോസ്തിൽ വിടരുത്, ആ കുഞ്ഞുങ്ങളെ പെന്തക്കോസ്തിൽ വിടരുത്, നാണക്കേടാ, നീ അതിന് അനുവദിക്കരുതെന്ന്. അങ്ങനെ വീട്ടിൽ പ്രയാസം തുടങ്ങി. മദ്യപിച്ചു വന്നാലും വഴക്കധികം ഉണ്ടാക്കത്തില്ലാത്ത അച്ചാച്ചൻ, എൻ്റെ ഫാദർ, വീട്ടിൽ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. പലപ്പോഴും ഭയത്തോടു കൂടിയ രാത്രി ഒന്നാവാൻ ഞങ്ങൾ കാത്തിരുന്നത്, നേരം ഒന്ന് വെളുക്കാൻ കാത്തിരുന്നത്, എപ്പോഴെങ്കിലും എൻ്റെ പിതാവ് ഒന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ എന്ന് കൊതിയോടെ കാത്തിരുന്ന നിമിഷങ്ങൾ. അമ്മയെ തല്ലുമോ, ആരോടെങ്കിലും വഴക്കുണ്ടാക്കുമോ, ഞങ്ങളോടുള്ള ദേഷ്യത്തിൽ മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കുമോ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെട്ട് ടെൻഷൻ അടിച്ചുറങ്ങിയ ദിനരാത്രങ്ങൾ. എൻ്റെ സഹോദരങ്ങൾ 2 പേരും എൻ്റെ ഇളയതാ. അവർക്ക് വേണ്ടി ഞാൻ അപ്പയോടോ യേശുപ്പയോട് പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് നന്നായി അറിയില്ല. പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞു തന്ന വാക്കുകൾ വെച്ച് കൊച്ചുകുട്ടികൾ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കും. യേശുപ്പയോട് പറയുന്ന വാക്കുകൾ പലപ്പോഴും ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. ഇപ്പോഴും കൊച്ചുകുട്ടിയല്ല എങ്കിൽ പോലും ഞാൻ ഇപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്തൊരു സമാധാനമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വാക്കിങ്ങനെ, യേശുപ്പായെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകരുതേ, യേശുപ്പായെ ഞങ്ങളുടെ അടുത്തുനിന്ന് മാറിപ്പോകരുതേ, ഞങ്ങളുടെ എല്ലാറ്റിനും പരിഹാരകൻ അങ്ങാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് ഇന്ന് വയറ് നിറച്ച് പ്രധാന പ്രാർത്ഥന വിഷയങ്ങൾ അതൊക്കെയായിരുന്നു. ഞങ്ങൾക്കൊരു ജോഡി വസ്ത്രം തരണേ, വയറ് നിറച്ച് ഭക്ഷണം തരണേ, അച്ചാച്ചൻ കുടിക്കാതെ വരണേ, വീട്ടിൽ വഴക്കുണ്ടാക്കി, ഇതൊക്കെയായിരുന്നു അന്നത്തെ പ്രധാന പ്രാർത്ഥനാ വിഷയങ്ങൾ. അമ്മയുടെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊന്നും ഒരിക്കലും ഓർത്തില്ല അപ്പൻ ഞങ്ങളെ കരം പിടിച്ച് നടത്താൻ വിശ്വസ്തനായ ഒരു അപ്പനാണെന്ന്. അത്രമാത്രം എനിക്ക് യേശുപ്പച്ചനെ കുറിച്ചുള്ള ജ്ഞാനമില്ലായിരുന്നു. സെക്കുലർ എഡ്യൂക്കേഷനേക്കാളും ബിബ്ലിക്കൽ സ്റ്റഡിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന എൻ്റെ അമ്മ നിർബന്ധമായും ചർച്ചിലെ കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കാൻ, സൺഡേ സ്കൂളിൽ പഠിക്കാൻ, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നത് കാണാതെ പഠിക്കാൻ നിർബന്ധിച്ചിരുന്നു. ഒരിക്കൽ പോലും ഞങ്ങളെ സ്കൂളിലെ സെക്കുലർ എഡ്യൂക്കേഷന് മാർക്ക് കുറഞ്ഞതിന്റെ പേരിലോ, സെക്കുലർ എഡ്യൂക്കേഷന് ക്ലാസ്സിൽ പോകാതിരുന്നതിന്റെ പേരിലോ, അവിടെ ഫുൾ മാർക്ക് വാങ്ങിക്കാതിരുന്നതിന്റെ പേരിലോ ഒരിക്കൽ പോലും ഞങ്ങളെ വഴക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ അടി ഇഷ്ടം പോലെ കൊണ്ടിട്ടുണ്ട്. ബൈബിളിലെ വാക്യങ്ങൾ കാണാതെ പഠിക്കാത്തതിന്റെ പേരിൽ അടി ഇഷ്ടം പോലെ കൊണ്ടിട്ടുണ്ട്. സൺഡേ സ്കൂളിലെ പോർഷൻസ് പൂർണ്ണമായിട്ട് കവർ ചെയ്യാത്തതിന്റെ പേരിൽ. ഒരു പക്ഷെങ്കിൽ ദൈവമക്കളെ, ഒരു പക്ഷെങ്കിൽ എന്നല്ല, പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു അന്ന് ആ യേശുപ്പായെ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ആഴത്തിൽ വിതച്ച വിത്തുകളാ ഇന്ന് ഞങ്ങളെ കർത്താവ് ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റും. ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം കേട്ടോ, സെക്യുലർ എഡ്യൂക്കേഷൻ ഈ ലോകത്തിന്റെ മാന്യത ലഭിക്കുമെങ്കിൽ ബൈബിൾ വിദ്യാഭ്യാസം, ബൈബിളിനെ കുറിച്ചുള്ള പഠനം, യേശുവിനെ കുറിച്ചുള്ള ജ്ഞാനം ആത്മാവിന് നിത്യത തരുന്നതാ. അത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കുവാൻ മാതാപിതാക്കൾ ആരും മറക്കരുത്. അങ്ങനെ ഞങ്ങളുടെ ബാല്യത്തിൽ അങ്ങനെ കഴിഞ്ഞുപോയി. കുറെ വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ അമ്മ, ഒരു കർത്താവിന്റെ ദാസ് വന്ന് ചോദിച്ചൊരു ചോദ്യം, നീ എനിക്ക് എന്ത് തരും?
നീ എനിക്ക് എന്ത് തരും? ഉടനെ എന്റെ അമ്മയ്ക്ക് കൊടുക്കാനൊന്നുമില്ല. കാരണം അന്ന് പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ ഞങ്ങൾക്ക് തരാൻ ഭക്ഷണം പോലും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ യേശുപ്പ ചോദിച്ചതിന് എന്റെ അമ്മയ്ക്ക് മറുപടി പറയാനില്ലായിരുന്നു എന്ത് തരുമെന്നുള്ളത്. പക്ഷെ അന്ന് രാത്രി ഞാൻ കണ്ടു, അന്ന് രാത്രി ഒരു ദിവസവും കരയാത്തത് പോലെ എന്റെ അമ്മ രാത്രി മുഴുവനും കരഞ്ഞു. ഇന്ന് നമ്മളോടാണ് ആ ചോദ്യമെങ്കിൽ യേശുപ്പയോട് നമുക്ക് എന്താ പറയാനുള്ള ഈ രാവിലെ? അപ്പ ചോദിക്കുകയാ, ഞാൻ നിനക്ക് നിത്യത തന്നു, ഞാൻ നിന്റെ ആത്മാവിന് രക്ഷ തന്നു, ഞാൻ നിന്നെ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനും മാന്യനുമായി എണ്ണി എന്റെ പെട്ടകം എടുത്ത് നിന്റെ തോളിൽ വെച്ച് തന്നു, എന്റെ നിയോഗത്തിനായി ഞാൻ നിന്നെ നിർത്തുന്നു. പക്ഷേ നീ എനിക്ക് എന്ത് തരും? ചോദിച്ചാൽ മറുപടി എനിക്കറിയില്ല നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന്. പക്ഷെ ഹൃദയത്തിന്റെ ആഴത്തിൽ അപ്പയോടൊന്ന് സംസാരിക്കണം കേട്ടോ. ഇന്ന് അപ്പ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് അപ്പയ്ക്ക് പറയാനുള്ളതെങ്കിൽ അത് അപ്പയോട് സംസാരിക്കേണ്ട ഒരു സമയമായി ഈ സമയത്തെ ഒന്ന് കണക്കാക്കണം. എന്റെ അമ്മയോട് അന്ന് ചോദിച്ച ചോദ്യത്തിന് രാത്രി മുഴുവനും അമ്മ കരഞ്ഞു. എനിക്ക് അമ്മ കരയുമ്പോൾ ഭയമാ. കാരണം രാത്രി മുഴുവൻ അമ്മ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ്മ കൂടും. പിന്നെ ഉടനെ ഹോസ്പിറ്റലൈസേഷൻ, അടുത്ത പരിപാടി. പുറവും നെഞ്ചും തിരുമ്മിക്കൊടുത്തും ചൂടുവെള്ളം കൂടെ കൂടെ അനത്തി കൊടുത്തും അമ്മയുടെ ഒപ്പം ഉണർന്നിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എനിക്ക്. കാരണം മദ്യപാനിയാ പിതാവ്, ആശ്രയിക്കാൻ വേറെ ആരുമില്ല. പെന്തക്കോസ്റ്റിൽ ഇറങ്ങിയതിന്റെ പേരിൽ കുടുംബക്കാരെല്ലാവരും ഒറ്റപ്പെടുത്തി. അപ്പൻ ഭയങ്കര മദ്യപാനി, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ 3 മക്കൾ അനാഥരാകുമല്ലോ എന്നുള്ള ഭയം ഹൃദയത്തിനകത്ത് ആഴത്തെ ഭരിക്കുവാൻ ഇടയായി തീർന്നു. ചെറുപ്പം മുതൽ അന്ന് ഒന്നും അമ്മ പറഞ്ഞ് ഞാൻ കേട്ടില്ല. കരയുന്ന അമ്മ ഇടയ്ക്കിടയ്ക്ക് കരയാതെ കരയാതെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയാനല്ലാതെ എനിക്കൊന്നിനും കഴിഞ്ഞില്ല. നേരം വെളുത്ത് വീണ്ടും 3 ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ സെക്കൻഡ് ഡേ ചർച്ചിലേക്ക് കടന്നുപോയപ്പോൾ ഇന്നലെ അമ്മയുടെ തോളിൽ തട്ടി നീ എനിക്ക് എന്ത് തരുമെന്ന് പരിശുദ്ധാത്മ നിറവിൽ ചോദിച്ച അതേ അമ്മാമ്മ പിറ്റേ ദിവസവും അമ്മയോട് പറഞ്ഞു, വന്നിട്ട് തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, നീ തന്നതിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. എന്താണ് കൊടുത്തതെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് വന്നില്ല. അത് പ്രാർത്ഥന കഴിയാൻ നോക്കിയിരുന്നു അമ്മയോട് ചോദിക്കാൻ. അമ്മ ക്ഷമാപണം നടത്തിക്കൊണ്ട് ഞങ്ങളോട് പറഞ്ഞു, മനെ നിങ്ങളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് ഒരു ചെറിയ വിദ്യാഭ്യാസം, സെക്കുലർ എഡ്യൂക്കേഷൻ, വേഗത്തിൽ ബേസിക് എഡ്യൂക്കേഷൻ പൂർത്തിയാക്കി ഒരു ജോലിക്ക് കയറി പെട്ടെന്ന് വയറ് നിറച്ചും ഭക്ഷണം കഴിക്കണമെന്നുള്ളതാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ കൊടുത്തത് യേശുവിന്, നിങ്ങളെ 3 പേരെയാന്ന് പറഞ്ഞു. എന്നിട്ട് പൊട്ടിക്കരഞ്ഞോണ്ട് പറഞ്ഞു, എനിക്ക് കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അത്രമാത്രം സ്നേഹവും അത്രമാത്രം സൗഖ്യവും ആരോഗ്യവും ഒരു പുതിയ ജീവനും എന്റെ ജീവിതത്തിലേക്ക് തന്ന നാഥന് അതിന് പകരം കൊടുക്കാൻ എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ പെട്ടകം ചുമക്കുവാൻ ഞാൻ എന്റെ മക്കളെ 3 പേരെയും സമർപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് കേട്ടപ്പോൾ അല്പം വേദന തോന്നിയെങ്കിലും ഇന്ന് ഞാൻ അത്യധികമായി സന്തോഷിക്കുന്നു. അങ്ങനെ ഒരു മനസ്സ് എന്റെ അമ്മയ്ക്ക് ദൈവം കൊടുത്തല്ലോ. അതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, അങ്ങനെ രാത്രി ഒറ്റ പ്രാർത്ഥന മുടക്കാൻ ഞങ്ങളുടെ അമ്മ സമ്മതിക്കുകയില്ല. ഒറ്റ പ്രാർത്ഥന മുടക്കാൻ സമ്മതിക്കത്തില്ല. അത് അന്നും അങ്ങനെയാ, ഇന്നും അങ്ങനെയാ. 3 പ്രാവശ്യം മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഡെഡ് ബോഡിക്ക് വേണ്ടി കാത്തിരുന്ന തോട്ടം തൊഴിലാളികളുടെ നടുവിൽ ഇന്ന് 68 വയസ്സോടെ എന്റെ അമ്മ എന്റെ കൂടെ ജീവിച്ചിരിപ്പുണ്ട്. എപ്പോഴാ ഡെഡ് ബോഡി കൊണ്ടുവരുന്നത് എന്ന് ഓർത്ത് തോട്ടം തൊഴിലാളികൾ വെയിറ്റ് ചെയ്തൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു നിന്റെ അമ്മ മരിച്ചു പോയെന്ന്. ഞാനും എന്റെ സഹോദരനും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് എന്റെ അനിയത്തിയെ നടുക്കിരുത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഓടയുടെ സൈഡിൽ വെള്ളം ഒഴുകി പോകുന്ന കാനയുടെ സൈഡിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞിട്ടുണ്ട്. കർത്താപ്പച്ച, ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും? ഞങ്ങൾക്ക് ഇനി ആരും ഇല്ലാതായി പോയല്ലോ എന്നോർത്ത് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. പക്ഷെ അടുത്ത ന്യൂസ് വരും, മരിച്ചില്ല, സീരിയസ് ആയിരുന്നു, ഇപ്പോൾ അല്പം ഭേദമുണ്ടെന്ന്. ഇന്ന് 68 വയസ്സോടുകൂടി സമ്പൂർണ്ണ സൗഖ്യത്തോടെ പൂർണ്ണ ആരോഗ്യത്തോടെ എന്റെ അമ്മ ഞങ്ങളുടെ കൂടെയുണ്ട്. കർത്താവിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ഓർക്കുകയായിരുന്നു, അമ്മ കൂടെ ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെന്ന്. എനിക്ക് ദൈവം വേറൊരു അമ്മേനെ തന്നിട്ടുണ്ട് കേട്ടോ. ആ അമ്മ ഇന്ന് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. മേഴ്സി മണി എന്നാണ് അമ്മയുടെ പേര്. ബാംഗ്ലൂരാണ്. എനിക്ക് വേണ്ടി കരയുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ സ്നേഹത്തിന്റെ ആഴം എങ്ങനെയാണെന്ന് എനിക്ക് വിവരിക്കാൻ പറ്റത്തില്ല. ആ അമ്മ എന്റെ എല്ലാ മീറ്റിങ്ങുകൾക്കും എനിക്കും, ഞാൻ എവിടെ പോയാലും ഏത് ദേശത്ത് പോയാലും എന്റെ കൂടെ വന്ന് ഒരു മകളെന്ന് പറഞ്ഞാൽ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അമ്മയ്ക്ക് 2 മക്കളുണ്ട്. പക്ഷെ അതിനേക്കാളും സ്നേഹത്തോടെ എന്നെ കരുതുന്ന മറ്റൊരു അമ്മയുണ്ട് ഇതിനകത്ത്. ആ അമ്മയ്ക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, ബാല്യം അങ്ങനെ കഴിഞ്ഞു പോയി. എന്റെ 18ാമത്തെ വയസ്സിൽ എന്റെ ഫാദറിന് ചെറിയൊരു മൈനർ അറ്റാക്ക് വന്നു. പെട്ടെന്ന് ഒരു കർത്താവിന്റെ ദാസനെ കൊണ്ട് അവർ എന്റെ വിവാഹം കഴിപ്പിച്ചു. ഒരു അഭിഷിക്തനെ കൊണ്ട് പൂർണ്ണമായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച, ബൈബിൾ കോളേജിൽ പഠനം പൂർത്തിയാക്കി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഒരു അഭിഷിക്തനെ കൊണ്ട് എന്റെ വിവാഹം കഴിപ്പിച്ചയച്ചു.
ഞാൻ ഓർത്തു വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ഈ പ്രതിസന്ധിയൊക്കെ അങ്ങ് മാറും. വയറു നിറച്ച് ഭക്ഷണം കഴിക്കാം, നല്ല വസ്ത്രം ധരിക്കാം, സമാധാനത്തോടെ കർത്താവിന്റെ വേല ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ ഹൃദയത്തിൽ ഓർത്തെങ്കിലും അവിടുത്തെ സ്ഥിതി ഇതിലും വിപരീതമായിരുന്നു. ഒത്തിരി വേദന എനിക്ക് കർത്താവിനോട് തോന്നി. കർത്താവിനോട് തോന്നുന്നതിനേക്കാൾ പരാതി പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല. കെഞ്ചി ചോദിച്ചിട്ടുണ്ട്, ഒരു നേരമെങ്കിലും വയറു നിറച്ചും ഭക്ഷണം കഴിക്കാൻ ഒരു സാഹചര്യം തരണമേ എന്ന് കെഞ്ചി കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനും പലപ്പോഴും അവസരം ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദന. പക്ഷെ പരാജയപ്പെട്ടില്ല കേട്ടോ. 20-ാമത്തെ വയസ്സിൽ ദൈവം ഞങ്ങൾക്ക് 2 മക്കളെ തന്നു. ഇരട്ടക്കുട്ടികൾ, 2 പെൺമക്കളാ, ട്വിന്നാ. കർത്താവിന്റെ കൃപയാൽ ആ കുഞ്ഞുങ്ങൾക്ക് 5 വയസ്സായപ്പോൾ ഏതാണ്ട് 2003 ഞങ്ങൾ ഒന്നിച്ച് ഒരു 21 ഡേയ്സ് ഫാസ്റ്റിംഗ് എടുത്തു. ഞാനും എന്റെ പ്രിയപ്പെട്ടവനും. അദ്ദേഹത്തിന് ചർച്ച് മിനിസ്ട്രി ഉണ്ടായിരുന്നെങ്കിലും പൊതു ശുശ്രൂഷയോടായിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം. അങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ പെട്ടെന്നൊരു ഫാസ്റ്റിംഗ് തീരുമാനിച്ച. ഫാസ്റ്റിംഗിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് വ്യക്തമായി സംസാരിച്ചു. ട്രൈബൽസിന്റെ ഇടയിൽ, ഛത്തീസ്ഗഡിലെ ആദിവാസികളുടെ ഇടയിൽ കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യണമെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, മക്കൾക്ക് 5 വയസ്സാകുന്നതേ ഉള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു, ആൻസമ്മ ഞാൻ ഛത്തീസ്ഗഡിൽ പോകുക കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി. ആദ്യമൊന്നും ഞാനൊന്നും പറഞ്ഞില്ല. കൂടെ കൂടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകും. 1-1.5 മാസം അവിടെ നിൽക്കും, അതിനുശേഷം വരും. 1 മാസം ഇവിടെ നിൽക്കും, വീണ്ടും കടന്നു പോകും. അങ്ങനെ വന്നും പോയി അവരുടെ നടുവിൽ എന്റെ അപ്പായെ ഉയർത്തുവാൻ ദൈവം അദ്ദേഹത്തിന് മഹത്തായ ഭാഗ്യം കൊടുത്തു. ആ സമയത്ത് ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഞങ്ങൾക്ക് മാറി താമസിക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ പഠിച്ചിരുന്ന നഴ്സിംഗ് ജോലി വളരെ ഹ്രസ്വമായ കാലഘട്ടത്തിൽ ചെയ്യാൻ ഹൃദയത്തിൽ തീരുമാനിച്ച് ആ ജോലിക്ക് വേണ്ടി ഞാൻ പ്രവേശിക്കുവാൻ ഇടയായി തീർന്നു. മക്കൾ 2 പേരുണ്ട്, വാടക കൊടുക്കണം. ഭവനത്തിനകത്ത് ഇനിയും തുടരുന്നത് അനിവാര്യമല്ലാത്തൊരു സാഹചര്യം വന്നു. ഛത്തീസ്ഗഡിലെ വേലയ്ക്ക് വേണ്ടി സഹായം ചെയ്യണം. അങ്ങനെയുള്ള നിരവധി ചിന്തകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഞാൻ പഠിച്ചിരുന്ന നഴ്സിംഗ് ജോലിയിലേക്ക് ഞാൻ തിരിയുവാൻ ഇടയായി തീർന്നു. അന്ന് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനോട് ചോദിച്ചപ്പോൾ ഒരു അഭിഷിക്തൻ എന്നോട് പറഞ്ഞു, ചില ബ്രാക്കറ്റ് പീരിയഡ്സ് ജോലിക്കായി ഞാൻ നിനക്ക് വേർതിരിച്ച് തരാമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ആലോചന പറയുന്നു എന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിലാ ഞാൻ ജോലിക്ക് പോയത്. ജോലിക്ക് ദൈവമക്കളെ 17 വർഷം അങ്ങനെ ജോലി ചെയ്തു. ആ 17 വർഷവും കിട്ടുന്ന ശമ്പളത്തിന്റെ നല്ലൊരു ഭാഗം, ഹിംസഭാഗം ഛത്തീസ്ഗഡിലെ കർത്താവിന്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി കൊടുത്തു. ബാക്കി ഭാഗങ്ങളാണ് വാടകയ്ക്കും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ കർത്താവിന്റെ മഹത്വമുള്ള വേലയിൽ കൂടെ കൂടെ അവിടെ കടന്നു ചെല്ലുവാനും അദ്ദേഹത്തോടൊപ്പം ആയിരിക്കാനും സ്വർഗം എനിക്ക് ഭാഗ്യം തന്നു. വേഗത്തിൽ ഞാൻ പറയട്ടെ, 2014 ആയപ്പോൾ ഇതേ വാക്ക് ഒരു ബ്രാക്കറ്റ് പീരീഡ് ജോലിക്കായി വേർതിരിച്ച് തരാമെന്ന് പറഞ്ഞ ഒരു അഭിഷിക്തനിലൂടെ സംസാരിച്ച വാക്ക് കേട്ട് ഞാൻ ജോലിക്ക് ഇറങ്ങി. എന്നാൽ ഒരു 21 ഡേയ്സ് ഫാസ്റ്റിംഗ് വീണ്ടും കൂടെ കൂടെ ഉപവാസം എടുക്കുന്ന ഒരു സ്വഭാവത്തിന് ഉടമയാണ്. അങ്ങനെ ഒരു 21 ദിവസം ഉപവാസം 2014 ഞാൻ ചെയ്തപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി എന്നോട് പറഞ്ഞു, നിനക്ക് തന്ന ബ്രാക്കറ്റ് പീരീഡ് കഴിഞ്ഞു. ഏതാണ്ട് 17 വർഷം മുമ്പ് ഞാൻ കേട്ട അതേ വാക്കുകൊണ്ട് തന്നെ ദൈവം എന്നോട് സംസാരിച്ചപ്പോൾ മറ്റൊന്നും ചിന്തിച്ചില്ല. 24 hours റെസിഗ്നേഷൻ കൊടുത്ത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ഞാൻ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത് കൊച്ചിയിലുള്ള ലേക്ചോർ ഹോസ്പിറ്റലിൽ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സീനിയർ സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ്. 24 മണിക്കൂർ റെസിഗ്നേഷൻ കൊടുത്ത് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുവാൻ ഇടയായി തീർന്നത്. വളരെ വേദന തോന്നി. ഒത്തിരി ചോദ്യങ്ങൾ ഹൃദയത്തിനകത്ത് വന്നു. ഛത്തീസ്ഗഡിലെ വേല എങ്ങനെയാകും? മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാകും? കുഞ്ഞുങ്ങളുടെ ഹയർ സ്റ്റഡിയുടെ സമയമായി, വാടക എങ്ങനെ കൊടുക്കും? ഛത്തീസ്ഗഡിലെ ട്രൈബൽസിന്റെ ഇടയിലായതുകൊണ്ട് അവിടെ നിന്ന് ഒന്നും കിട്ടത്തില്ല. നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയല്ലാതെ അവിടെ നിന്ന് ഒന്നും നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുവാനുള്ള സാധ്യതകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ 1000 ചോദ്യങ്ങൾ ഹൃദയത്തിനകത്ത് വന്നു. പക്ഷെ അപ്പ പറഞ്ഞ വാക്കിനപ്പുറത്തേക്ക് പോകുവാൻ ഹൃദയത്തിൽ തീരുമാനമില്ലാത്തത് കൊണ്ട് ആ വാക്കിനെ പൂർണ്ണമായി ശിരസ വഹിച്ചു. അന്ന് എന്റെ പ്രതീക്ഷ, ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ എന്റെ പ്രതീക്ഷ അവിടെ നിന്ന് ഇത്രയും ദിവസം ജോലി ചെയ്ത സാലറി കിട്ടും, എന്തെങ്കിലുമൊക്കെ നന്മകൾ അവിടെ നിന്ന് എനിക്ക് ലഭിക്കാനുണ്ടല്ലോ, അത് കിട്ടും. അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്ത് മടങ്ങി വരാമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങോട്ട് പോകാനുള്ള വണ്ടിക്കൂലി മാത്രമേ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്റെ പ്രതീക്ഷകളെ മുഴുവനും അസ്ഥാനത്താക്കിക്കൊണ്ട് തലേദിവസം രാത്രി 1:30 മണിക്ക് ഞാൻ എടുത്ത തീരുമാനത്തിന്റെ 1ാമത്തെ പടി കയറുവാൻ ദൈവം അന്ന് എനിക്ക് ഭാഗ്യം തന്നു. ആരും അതുവരെ ജോലി ചെയ്ത സാലറി എനിക്ക് തന്നില്ല. അതുവരെ ജോലി ചെയ്ത യാതൊരു ബെനിഫിറ്റ്സും എനിക്ക് അവർ അലോട്ട് ചെയ്തില്ല. കാരണം 24 hours റെസിഗ്നേഷൻ കൊടുത്തത് കൊണ്ടും അവർ പറഞ്ഞ വാക്കനുസരിച്ച് കുറെ നാളും കൂടെ ഇവിടെ ജോലി ചെയ്യാത്തതിന്റെ പേരിൽ
എന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടുവാൻ ഇടയായി തീർന്നു. ഏതാണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് 18 കിലോമീറ്റർ ദൂരെയാ ഞാൻ താമസിക്കുന്നത്. എനിക്ക് ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ വണ്ടിക്കൂലിക്ക് പൈസയില്ല. നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. NH-47 സൈഡിൽ കൂടെ തലേ ദിവസം എന്റെ നാഥനുമായി എടുത്ത തീരുമാനത്തിന്റെ ഒന്നാമത്തെ പടി 18 കിലോമീറ്റർ ചുട്ടുപൊള്ളുന്ന ടാറ്, അതുപോലെ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ചൂടിൽ ഒരു കൊട പോലും ഇല്ലാതെ ആ 18 കിലോമീറ്റർ നടന്ന് കണ്ണുനീരിൽ കൈ കഴുകി, കണ്ണുനീർ NH-47 സൈഡിലും ആ റോഡിലും വീഴ്ത്തിക്കൊണ്ട് ഞാൻ എന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. ഞാൻ ഓർത്തു, ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കർത്താവിന്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ ഈ പ്രതിസന്ധി എന്റെ ജീവിതത്തിൽ വന്നു. 18 കിലോമീറ്റർ നടന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ വഴിയിൽ കൂടെ നടന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞൊരു വചനം, നിനക്കറിയാമോ, ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നുമില്ലാതെ വിഷണ്ണനായി ഒരുത്തൻ നിന്നത് നീ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഊവ് കർത്താവേ. ഉടനെ കർത്താവ് പറഞ്ഞു, അവൻ എന്നോട് പരാതി ഒന്നും പറഞ്ഞില്ല, പക്ഷെ അവന്റെ ഉള്ളറിഞ്ഞ് അവന്റെ പടകിനെ നിറച്ചവനാ ഞാൻ. ഉള്ളറിഞ്ഞ് പടകിനെ നിറച്ചവനാ ഞാൻ. ആ വാക്ക് എന്റെ ഹൃദയത്തിലേക്ക് വന്നു. ഞാൻ എന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, അപ്പൊ വീട്ടിൽ ചെല്ലുമ്പോഴുള്ള അവസ്ഥ, വിശന്ന് എന്നെ കാത്തിരിക്കുന്ന 2 മക്കളുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ വേദനിച്ചിരിക്കുന്ന അവസ്ഥയുണ്ട്. ഒരു കടയിൽ എനിക്ക് അല്പം പൈസ കൊടുക്കാനുണ്ട്, അതുവരെ വാങ്ങിച്ചത്. അപ്പൊ അവർക്കത് കൊടുക്കാം, സ്വസ്ഥമായിരിക്കാം, മറ്റു കടങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്ത് ആശ്വാസത്തോടെ പോയ എനിക്ക് നിരാശയായിരുന്നു ഫലം. ചെന്നിറങ്ങിയത് കടക്കാരന്റെ മുമ്പിൽ. അവൻ എന്നോട് ചോദിച്ചു, പൈസ തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് 2 ദിവസത്തെ സാവകാശം തരണമെന്ന് പറഞ്ഞു. ദൈവമക്കളെ, അവരെനിക്ക് ആ സാവകാശം തന്നില്ല കേട്ടോ. അവരൊരു 3.25 മണിക്കൂർ അവരുടെ കടയുടെ വാതിൽക്കൽ പൈസ കൊടുത്ത് തന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഒരു സ്ത്രീയായ എന്നെ ആ കടയുടെ വാതിൽക്കൽ പിടിച്ചു നിർത്തി. എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. ആ കടയിൽ ആ 3.25 മണിക്കൂറും വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും അവർ പറഞ്ഞു, വാങ്ങിച്ച് തിന്നിട്ട് നിൽക്കുന്നത് കണ്ടോ, തരാൻ മനസ്സില്ലാതെ. പക്ഷെ എന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചായിരുന്നു ഞാൻ ഇവിടെ വന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് കടം വീട്ടി ഭവനത്തിലേക്ക് പോകാമെന്ന് പ്രതീക്ഷിച്ചിരുന്ന എനിക്ക് ആ പ്രതീക്ഷ അസ്ഥാനത്തായി പോയത് നിമിത്തം എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് എന്റെ വീര്യം പ്രവർത്തിക്കുന്ന ദൈവമുണ്ടെന്ന് അന്ന് രാത്രി തിരിച്ചറിയുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ രാത്രിയിൽ തന്നെ ഒരുപാട് കടയടയ്ക്കുന്ന സമയമായപ്പോൾ എന്നെ ഭവനത്തിലേക്ക് പൊക്കോ, നേരം വിളക്കുമ്പോൾ പൈസ കൊണ്ട് തരണമെന്ന് പറഞ്ഞ് എന്നെ അവർ ഓടിച്ചു വിട്ടു. ഞാൻ ഓടി അലച്ച വീട്ടിൽ വന്നത്. കാരണം വിശന്ന് എന്നെ നോക്കിയിരിക്കുന്ന 2 പെൺമക്കൾ എനിക്ക് വീട്ടിലുണ്ട്. അവർക്ക് എന്തു കൊടുക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ 3.25 മണിക്കൂർ നിന്ന് ഏറ്റ അപമാനം എനിക്ക് മറ്റാരോടും പറയാൻ പറ്റത്തില്ലാത്തതാകുക ഞാൻ എന്റെ മക്കളെ 2 പേരെയും കെട്ടിപ്പിടിച്ച് മണിക്കൂറോളം അന്ന് കരഞ്ഞു. ബ്രെഡ് ചൂടാക്കി കഴിക്കാൻ കൊടുത്ത് അവരെ കിടത്തി ഉറക്കി. പലപ്പോഴും എന്റെ മക്കൾ പട്ടിണി കിടക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. കുളത്തിന്റെ സൈഡിൽ വളരുന്ന ഇലകളും വേലിപ്പടർപ്പിലും വഴുത്തലയ്ക്കലും വളരുന്ന മുഴുവൻ ഇലകളും പറിച്ച് ഞാൻ എന്റെ മക്കൾക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ട് വഴറ്റി കൊടുത്ത് അവരുടെ വിശപ്പടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും കഴിക്കാൻ പറ്റുന്നതാണോ കൊടുക്കാൻ പറ്റുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ണുനീരോടെ അത് അടുപ്പത്ത് വെച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വഴച്ചപ്പോ ഞാൻ എന്റെ പപ്പയോട് പ്രാർത്ഥിച്ചു, പപ്പ, ഇതവർക്ക് കൊടുക്കാൻ പറ്റുന്നതാണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് കൊടുക്കുമ്പം എന്റെ കുഞ്ഞുങ്ങൾക്ക് ദോഷമൊന്നും വരരുത്. ഇത് കൊടുക്കുമ്പോൾ അവരുടെ ആയുസ്സിനും ആരോഗ്യത്തിനും ക്ഷീണമൊന്നും വരരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം എന്റെ മോളെന്നോട് ചോദിച്ചു, മമ്മി, കർത്താവിന്റെ വേലയ്ക്കല്ലേ പപ്പ ഇറങ്ങിപ്പോയത്? ഞാൻ പറഞ്ഞ അതെ. മമ്മി, അപ്പായുടെ വേലയ്ക്കാന്ന് പറഞ്ഞല്ലേ ഇറങ്ങിയത്? ഞാൻ പറഞ്ഞ അതെ. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ഇനി ഞങ്ങൾക്ക് തരാൻ ഓല മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അല്ലേ? അത് ഞങ്ങൾക്ക് തരരുത്. അത് കത്തി കൊണ്ട് കീറിയാൽ പോലും വളരെ ഹാർഡായിട്ടുള്ള വോയിസ് അതിനകത്തുനിന്ന് കേൾക്കുന്നത്. അപ്പോൾ പിന്നെ ചവയ്ക്കാൻ പോലും പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ ആ മോടെ വാക്ക് ചിലപ്പോഴൊക്കെ ഇന്നും എന്റെ ഹൃദയത്തിൽ വേദനയായിട്ട് വരാറുണ്ട്. പക്ഷെ ഞാൻ എന്റെ അപ്പായെ സ്തുതിക്കുകയാണ്. എന്റെ അപ്പായെ സ്തുതിക്കുകയാണ്. ഒരായുസ് മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ഇല്ലാതെ വിഷണ്ണനായി നിന്നവന്റെ പടക് പ്രാണപ്രിയന് വേണ്ടി വിട്ടുകൊടുത്തപ്പോൾ അവന്റെ പടക് നിറയ്ക്കുക മാത്രമല്ല, സഹപടകുകൾക്കും കൂടെ സഹായമാകത്തക്ക വിധത്തിൽ അവനെ മാനിച്ച ഒരപ്പയുണ്ടെന്ന് അപ്പ എന്റെ ജീവിതത്തിൽ പഠിപ്പിക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, 2014 അങ്ങനെ ജോലി ഉപേക്ഷിച്ച് അപ്പയുടെ നാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. 4 വർഷം, 2014 മുതൽ 18 വരെയുള്ള 4 വർഷം ഒരു കുഞ്ഞിനെ ബൈബിൾ കോളേജിൽ ഇരുത്തി പഠിപ്പിക്കുന്നത് പോലെ എന്റെ അപ്പ എന്നെ ഇരുത്തി പഠിപ്പിച്ചു. ഒത്തിരി പ്രതിസന്ധികൾ ഈ 4 വർഷത്തിൽ അനുഭവിക്കേണ്ടി വന്നു.
ഒരുപാട് വേദനയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. ട്രൈബൽസിന്റെ ഇടയിലെ കർത്താവിന്റെ മഹത്വമുള്ള വേലയിൽ ഒത്തിരി ശാരീരിക ബലഹീനതകൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ശാരീരിക ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. പലപ്പോഴും ബോധം പോലും ഇല്ലാതെ എന്റെ ഭർത്താവ് വന്ന് കിടക്കുന്നത് കണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ശരീരമാസകലം കരിനീലിച്ച പാടുമായി വന്നു കിടക്കുന്ന അദ്ദേഹത്തിന്റെ ദേഹത്ത് കൈവച്ച് എന്റെ പ്രാണപ്രിയനോട് സംസാരിക്കാനല്ലാതെ എനിക്കൊന്നും പറ്റിയിട്ടില്ല. ആ 4 വർഷം അപ്പൻ എന്നെ പഠിപ്പിച്ചു ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കാം, ഒറ്റയ്ക്ക് എങ്ങനെ ശുശ്രൂഷിക്കാം, ഒറ്റയ്ക്ക് എങ്ങനെ മക്കളെ വളർത്താം, ഒറ്റയ്ക്ക് എങ്ങനെ പ്രാണപ്രിയന് വേണ്ടി നിൽക്കാം, ഇത്യാദി കാര്യങ്ങളെല്ലാം എന്റെ അപ്പ എന്നെ പഠിപ്പിച്ചു. ആ പഠനം പൂർത്തിയായത് കൊണ്ടായിരിക്കാം ഒരു ബൈബിൾ കോളേജിൽ ഒരു കുട്ടി പഠിച്ച് ഗ്രാജുവേഷൻ ആകുമ്പോൾ അവരെ ഇൻഡിവിജ്വൽ ആയിട്ട് കർത്താവിന്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി വിടുന്നത് പോലെ 2018 ജൂലൈ മാസം 2-ാം തീയതി ആയപ്പോ ഞാൻ വിചാരിക്കുന്നു എന്റെ ഗ്രാജുവേഷന്റെ ദിവസമായിരുന്നു. കാരണം സുവിശേഷ വിരോധികളായിട്ടുള്ള വ്യക്തികൾ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ആക്സിഡന്റിൽ അദ്ദേഹത്തിന്റെ തലയിൽ കൂടെ വണ്ടി കയറ്റിവിട്ട് അവർ അദ്ദേഹത്തെ അതിദാരുണമായി ഛത്തീസ്ഗഡിൽ വെച്ച് കൊല്ലപ്പെടുത്തി. അദ്ദേഹത്തിന്റെ മുഖം അവസാനമായിട്ടൊന്ന് കാണുവാൻ പോലും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. 19 വയസ്സ് പ്രായമുള്ള 2 മക്കൾ സ്വന്തം പിതാവിന്റെ ശിരസില്ലാത്ത ആ ബോഡി ആ ആംബുലൻസിൽ കൊണ്ട് ഇറക്കുന്നത് കണ്ട് ബോധരഹിതരായി നിലം പതിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെല്ലാരും എന്നോട് ചോദിച്ചു, നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത് കൊണ്ട് നിനക്ക് എന്ത് നേടി? എന്റെ ഭർത്താവിന്റെ അനുജൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്കാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി എന്റെ ചേട്ടൻ പോയി. നിങ്ങൾ കർത്താവ് പറഞ്ഞെന്നും പറഞ്ഞ് ജോലി വിട്ടു. നിങ്ങൾ ഇനി കർത്താവ് പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനും മെഡിസിന് ദൈവനിയോഗമാണെന്ന് പറഞ്ഞ് വിട്ടു. ഇനി അതെല്ലാം കൂടെ എന്റെ തലയിൽ കൊണ്ടുവയ്ക്കാനാണോ എന്നുള്ള ചോദ്യം എന്റെ ഹൃദയത്തിൽ ചാട്ടുളി പോലെ പതിഞ്ഞു. 2018 ജൂലൈ മാസം 2-ാം തീയതി അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ ബോഡി ഞങ്ങൾക്ക് കിട്ടിയത് 4-ാം തീയതി രാത്രിയാണ്. 4-ാം തീയതി രാത്രിയായപ്പോൾ ബോഡി കിട്ടി. 5-ാം തീയതി ആ ബോഡി നാട്ടിൽ കൊണ്ടുവന്ന് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഒരു അടക്ക ശുശ്രൂഷ നടത്തുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മുഖം ഒന്ന് കാണാനോ ആ പെട്ടിക്കകത്ത് കിടക്കുന്നത് എന്റെ ഭർത്താവാണോ എന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാനോ, എന്റെ മക്കളുടെ പിതാവാണ് അതിനകത്ത് കിടക്കുന്നത് അല്ലെങ്കിൽ പപ്പായെ അവസാനമായിട്ടൊന്ന് കാണാൻ പറ്റുമോ എന്നോ എന്റെ മക്കളും അവർക്കും അവസരം കിട്ടിയില്ല. എനിക്കും പ്രാണപ്രിയൻ അവസരം തന്നില്ല. എനിക്കതിനകത്ത് പരാതിയില്ല. കാരണം തേജസ്വേറിയ ശരീരത്തോടുകൂടി ഈ മൺമയമായ ഉലകം വിട്ട് വിൺമയമായ ഒരു ഉലകത്തിൽ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ അവിടെ ശോഭയോടുകൂടി കാണാമെന്നുള്ളൊരു പ്രതീക്ഷ എന്റെ അകത്തളത്തെ ഭരിക്കുന്നുണ്ട്. പക്ഷേ അപ്പ് നെക്സ്റ്റ് എന്നൊരു ചോദ്യം എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് എന്നോടുള്ള ബന്ധത്തിൽ ഉയരുവാനിടയായി തീർന്നു. അപ്പ് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ചോദ്യം എല്ലാവരുടെയും ഹൃദയത്തിൽ ഉയർന്നത് പോലെ തന്നെ എന്റെ ഹൃദയത്തിലും ഉയർന്നു. കാരണം ഞാൻ താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. അന്നും ഇന്നും ഞാൻ താമസിക്കുന്ന വാടക വീട്ടില്, അന്ന് താമസിച്ചുകൊണ്ടിരുന്ന വാടക വീട്ടില് ഒന്ന് അമർത്തി തള്ളിയാൽ കതക് തുറന്നു പോകുന്ന തരത്തിൽ ബലമില്ലാത്ത ഒരു വീട്ടിലായിരുന്നു. കാരണം തുച്ഛമായ വാടക മാത്രമേ കൊടുക്കുവാൻ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും അതിന്റെ തൊട്ട് ബാക്ക് സൈഡിൽ ഓൾ കേരള ഹോൾസെയിൽ വെജിറ്റബിൾ മാർക്കറ്റാ. പലപ്പോഴും നോർത്ത് ഇന്ത്യക്കാരായ വ്യക്തികൾ അവിടെ താമസിക്കുന്നവർ ചാടി ഇപ്പുറത്ത് വന്ന് ആ അയ്യത്തൂന്ന് ഹൗസ് ഓണറിന്റെ അയ്യത്തൂന്ന് അതും ഇതൊക്കെ പിറക്കിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ പലപ്പോഴും. ഈ എന്റെ പ്രിയപ്പെട്ടവൻ മരണപ്പെട്ട സമയത്ത് ജിഷ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ പെരുമ്പാവൂരിൽ വെച്ച് ഒരു നോർത്ത് ഇന്ത്യക്കാരനായ ഒരു മനുഷ്യൻ അതിദാരുണമായി കൊലപ്പെടുത്തിയ സമയമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവന്റെ വേർപാട്. ഈ ഓൾ കേരള ഹോൾസെയിൽ വെജിറ്റബിൾ മാർക്കറ്റിന്റെ സൈഡിൽ കൂടെ വേണം എനിക്ക് ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് പോകാൻ. എനിക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് അങ്ങോട്ട് പോകുന്നത് ഭയങ്കര ഭയമായിരുന്നു. കാരണം അവിടെ എല്ലാവരും അറിഞ്ഞു. ഐ തിങ്ക് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണ വാർത്ത. എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾക്കിനി വീട്ടിൽ ആണുങ്ങളായിട്ട് ആരുമില്ല, ആകെ ഉണ്ടായിരുന്ന ഭർത്താവായിരുന്നു, അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് എല്ലാവരും അറിഞ്ഞു. എന്റെ ഹൃദയത്തിനകത്ത് ആസ് എ വിമൻ അല്ലെങ്കിൽ ഒരമ്മ എന്നുള്ള രീതിയിൽ ഈ മക്കളെയും കൊണ്ട് ആ വീട്ടിൽ പോകുന്നത് ഹൃദയത്തിന് ഭയങ്കര പേടിയായിരുന്നു. അദ്ദേഹത്തിന്റെ അടക്കം കഴിഞ്ഞ് 2-ാമത്തെ ദിവസം വൈകിട്ട് അടുത്തൊരു സഹോദരൻ വന്നിട്ട് ചോദിച്ചു, എപ്പോഴാ തിരിച്ചു പോകുന്നേ? എങ്ങോട്ടാ തിരിച്ചു പോകുന്നതെന്നോ എവിടേക്കാ പോകേണ്ടതെന്നോ എനിക്കറിയത്തില്ല. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ഞാൻ എന്റെ അപ്പായോട് പറഞ്ഞൊരു വാക്കുണ്ട്, അപ്പ ഒരു ഗ്ലാസ് വെള്ളത്തിനോ ഒരു അന്തി ഉറങ്ങാനോ 5 രൂപയ്ക്കോ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ ആരെയും ആശ്രയിക്കത്തില്ല. കാരണം ഞാൻ ഇനി ഒരു ലോക ഗവൺമെന്റിന്റെ സെർവന്റ് അല്ല, ഞാൻ ഒരു സ്വർഗ ഗവൺമെന്റിന്റെ സെർവന്റ്. ഇനി പട്ടിണി കിടക്കേണ്ടി വന്നാലും ഏതൊക്കെ പ്രതിസന്ധിയിലൂടെ ഞങ്ങൾക്ക് നടന്നു നീങ്ങേണ്ടി വന്നാലും ഞാൻ അങ്ങേ അല്ലാതെ ആരോടും എന്റെ സങ്കടങ്ങൾ പറയില്ല, എന്റെ ആവശ്യങ്ങൾ പറയില്ല എന്നൊരു തീരുമാനം ഞാൻ എന്റെ പ്രാണപ്രിയനുമായി എടുത്തിരുന്നു. ഇത്താ ഒരിക്കൽ തീരുമാനമെടുത്ത് ഞാൻ യുദ്ധം ജയിച്ച് മടങ്ങി വരുമ്പോൾ
ആരാണോ എന്നെ എതിരേൽക്കുന്നത് അതിനെ ഞാൻ കർത്താവിന് അർപ്പിക്കുമെന്ന്. പക്ഷേ അദ്ദേഹത്തിന്റെ സകല പ്രതീക്ഷയും അസ്ഥാനത്താക്കിക്കൊണ്ട് അദ്ദേഹത്തെ എതിരേറ്റു വന്നത് അദ്ദേഹത്തിന്റെ മകളായിരുന്നു. ഇബ്താഗ് പറയുന്ന ഒരു വാക്കുണ്ട്, അയ്യോ മകളെ, നീ എന്നെ ചതിച്ചോ, കാരണം ഞാൻ യഹോവയോട് പറഞ്ഞു പോയി, എനിക്കിനി അതിനകത്തുനിന്ന് മാറിക്കൂടാ. ഞാനും കർത്താവ് പശ്പടി തന്നെ പറയുന്നപ്പ ഞാൻ അങ്ങയോടാ പറഞ്ഞത്, എനിക്ക് അതിനകത്തുനിന്ന് മാറിക്കൂടാ. എന്റെ സഹോദരനോട് പറഞ്ഞാൽ എന്നെയും എന്റെ മക്കളെയും പൊന്നുപോലെ വീട്ടിൽ കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം. എന്റെ സഹോദരിയോട് പറഞ്ഞാൽ അവളും അതുപോലെ എന്നെ സംരക്ഷിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ രണ്ടിടത്തും പോകാൻ എനിക്ക് മനസ്സുണ്ടായിരുന്നില്ല. കാരണം ഞാൻ എന്റെ അപ്പനോട് പറഞ്ഞു പോയി. എന്റെ ഭർത്താവിന്റെ സഹോദരൻ വന്ന ആ ചോദ്യം എന്നോട് ചോദിച്ചപ്പോ എനിക്ക് ഭയങ്കര വേദന എന്റെ ഹൃദയത്തിനകത്ത് തോന്നി. ഞാൻ അവനോട് ഒന്നേ ചോദിച്ചുള്ളൂ, മോനെ, നീ എന്തുകൊണ്ടാ ഈ രണ്ടാമത്തെ ദിവസം എന്നോട് ഈ വാക്ക് ചോദിച്ചത്? ദീർഘദിവസങ്ങൾ ഇവിടെ നിൽക്കാൻ വേണ്ടിയല്ല ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിലും സെഡേഷൻ, കുഞ്ഞുങ്ങൾ രണ്ടുപേരും ബോധരഹിതരായി നിലംപതിച്ചപ്പോൾ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സെഡേഷൻ കൊടുത്തു. ആ സെഡേഷന്റെ ആ എഫക്റ്റിനകത്തുനിന്ന് കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഫുള്ളി കോൺഷ്യസ് മൈൻഡിലേക്ക് വന്നിട്ടില്ല. ആ സമയത്ത് ഈ അർദ്ധമയക്കത്തിൽ കിടക്കുന്ന മക്കളെയും കൊണ്ട് എപ്പോഴാ പോകുന്നെന്നുള്ള ചോദ്യം എന്റെ ഹൃദയത്തിൽ ഒത്തിരി വേദന ഉളവാക്കി. ഞാൻ അവനോട് ചോദിച്ചെന്താ മോനെ നീ അങ്ങനെ ചോദിച്ചേ? ഉടനെ എടുത്ത വാക്കിനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കും തോറും എനിക്ക് ബാധ്യതയാണ്. ആ വാക്ക് ഇന്നും എനിക്ക് കേൾക്കുമ്പോ എന്റെ ഹൃദയത്തിന് ഭാരമാണ്, ബാധ്യതയാണെന്ന് പറഞ്ഞ് അവർ എന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ നാളെ രാവിലെ പറയാം. പ്രിയമുള്ളവരെ, അന്ന് രാത്രി അർദ്ധമയക്കത്തിൽ കിടക്കുന്ന എന്റെ പെൺമക്കളുടെ രണ്ടുപേരുടെയും തലയെടുത്ത് മടിയിൽ വെച്ച് ഒരു നിരാലംബയായി, അശരണയായി, ആശ്രയിക്കാൻ ആരുമില്ലാതെ, തിരുവചനം മുഴുവൻ പ്രവചനമാണെന്ന് എനിക്കറിയാം. അതിനകത്തെ ഓരോ വാക്യവും ഹൃദയത്തിന് തണുപ്പ് പകരുന്നതാ. തിരുവചനം മുഴുവനും യേശുപ്പന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അഭിഷക്തന്മാർ എഴുതിയതാ. എന്റെ അപ്പൻ എഴുതിയതായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. ഓരോ വാക്യങ്ങളും എന്റെ ഹൃദയത്തെ ഒരുപാട് തണുപ്പിക്കാറുണ്ട്. പക്ഷേ അന്ന് രാത്രി എനിക്ക് അതല്ലായിരുന്നു വേണ്ടത്. ഞാൻ എന്റെ അപ്പയോട് പറഞ്ഞു, പ്രവചനാത്മാവിൽ അഭിഷക്തന്മാർ ദൂതുകൾ സംസാരിക്കുന്നത് അങ്ങയുടെ ആത്മാവിലാ, അത് മനസ്സിന് തണുപ്പ് പകരുന്നതാ. എനിക്കറിയാം. ഞാൻ പറഞ്ഞു, അപ്പ ഇന്ന് രാത്രി എനിക്ക് അതുമല്ല വേണ്ടത്. ഇത് രണ്ടും കേട്ടാൽ എനിക്ക് മുന്നോട്ടുള്ള ജീവിതം ബുദ്ധിമുട്ടാ. എനിക്കിന്ന് അങ്ങയുടെ ശബ്ദം കേൾക്കണം. അർദ്ധരാത്രി എത്ര മണിക്കൂർ ഇരുന്ന് കരഞ്ഞെന്ന് എനിക്കറിയില്ല, എത്ര മണിക്കൂർ ഇരുന്ന് നിലവിളിച്ചെന്ന് എനിക്കറിയില്ല. എങ്ങോട്ട് പോകണമെന്നറിയാതെ, മക്കളുമായി എങ്ങനെ ജീവിക്കണമെന്നറിയാതെ, അവർക്ക് എന്ത് കഴിക്കാൻ കൊടുക്കുമെന്നറിയാതെ, അവരെ എങ്ങനെ പഠിപ്പിക്കുമെന്നറിയാതെ, വളരെ വേദനയോടെ ഒരു കൊച്ചുകുട്ടി, അനാഥത്വം പേറി ഒരു തുരുത്തിലകപ്പെട്ട ഒരു കൊച്ചുകുട്ടിയെ പോലെ തന്റെ പിതാവിനെ നോക്കി നിലവിളിക്കുന്ന മകളെന്ന പോലെ ഞാൻ അന്ന് രാത്രി അലറിക്കരഞ്ഞു. എത്ര മണിക്കൂറുകൾ കരഞ്ഞെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞപ്പ എനിക്ക് തിരുവചനത്തിലെ വേദഭാഗമല്ല ഇന്ന് രാത്രി വേണ്ടത്. ഒരു അഭിഷിക്തൻ ആത്മാവിൽ നിറഞ്ഞ് സംസാരിക്കുന്ന പ്രവചന ശബ്ദമല്ല ഇന്ന് രാത്രി എനിക്ക് വേണ്ടത്. എനിക്ക് ഇന്ന് രാത്രി വേണ്ടത് അങ്ങയുടെ ശബ്ദമായി എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ. എന്റെ അപ്പയോട് ഞാൻ എത്ര മണിക്കൂർ കരഞ്ഞെന്ന് എനിക്കറിയില്ല. ദൈവമക്കളെ, നമ്മുടെ ആഗ്രഹത്തെ ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം നിയോഗമുള്ളവന്റെ മേൽ അഭിഷേകമുള്ളവന്റെ മേൽ അതികഠിനമായ വേദനകൾ വരും. എന്നാൽ അതിൽ എല്ലാറ്റിൽ നിന്ന് വിടുവിക്കാൻ കരുത്തുള്ള കർത്താവിന്റെ ശബ്ദം എന്റെ ചെവിയിൽ അന്ന് രാത്രി ഞാൻ കേട്ടു. എന്റെ അപ്പൻ എന്നോട് പറഞ്ഞു, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവും ഇന്ന് രാത്രി ഞാൻ നിന്റെ വലങ്കരത്തിൽ പിടിക്കുകയാ. ഈ പകൽ എനിക്ക് തന്നിരിക്കുന്ന സമയം തീരാൻ ഏതാണ്ട് 3 മിനിറ്റ് കൂടെ ഉള്ളതെന്ന് എനിക്കറിയാം. എന്റെ സാക്ഷ്യം പറഞ്ഞു തീരത്തില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവമക്കളെ, ആ രാത്രിയിൽ എന്റെ നാഥൻ എന്റെ കരത്തിൽ പിടിച്ചതാ ഇന്ന് എന്നെ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ താമസിക്കുന്ന വാടകയ്ക്കാ. പക്ഷെ എനിക്ക് സങ്കടമില്ല, ലേവലേശം പേടിയില്ല, ലേവലേശം ഭാരമില്ല. കാരണം കൈപ്പണിയില്ലാത്തൊരു നിത്യഭവനം എനിക്ക് വേണ്ടി എന്റെ പ്രാണപ്രിയൻ ഒരുക്കുന്നുണ്ട്. ഒരു ദിവസം പോലും ഈ നാട്ടിൽ ഒരു ഭവനത്തിന് വേണ്ടിയോ, ഇവിടെ ഈ ഭൂമിയിൽ ഒരു ഭവനത്തിന് വേണ്ടിയോ പ്രാർത്ഥിപ്പാൻ എന്റെ അപ്പൻ എന്നെ അനുവദിച്ചില്ല. സകലരും കൈവിട്ടു. ഒരു വളരെ വേദനയോടെ ആഗ്രഹത്തോടെ കാത്തിരുന്നിട്ടുണ്ട്, ആരെങ്കിലും എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലും എന്റെ വീട്ടിലൊന്ന് വന്നിരുന്നെങ്കിൽ. പക്ഷേ എന്റെ അപ്പ എന്റെ സേഫ് സോണുകളെല്ലാം അടച്ചു. മുമ്പും പിമ്പും അടച്ച് നിന്റെ കരം എന്റെ മേൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ സകല വഴികളും അടച്ച് തനിയെ മരുഭൂമിയിൽ വിളിച്ചു കൊണ്ടുപോയി എന്നോട് കൃത്യമായി സംസാരിച്ച് നിയോഗം എന്റെ ശിരസിന്മേൽ തന്ന് പെട്ടകമെടുത്ത് തോളിൽ വെച്ച് തന്ന് മുന്നോട്ട് നടക്കുവാനുള്ള കൃപ തന്ന് പ്രാണപ്രിയൻ നടത്തി. ഒരുപാട് പ്രതിസന്ധികളെ ഓവർകം ചെയ്യേണ്ടി വന്നു. 3 മേജർ അറ്റാക്കുകൾ എന്റെ ജീവിതത്തിൽ വന്നു. ഹാർട്ട് അറ്റാക്ക് വന്ന്
മൂന്നാമത്തെ അറ്റാക്കിൽ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഈ സഹോദരി മുന്നോട്ട് കാണത്തില്ലെന്ന്. പക്ഷെ ICU കിടക്കയിൽ എന്റെ കയ്യിൽ ഡീഫിബ്രിലേറ്റ് ചെയ്തത് നിമിത്തം വെയിൻ എല്ലാം ഡാമേജ്, ഒരു വെയിൻ സെഫാലിക് വെയിൻ കിട്ടത്തില്ല. സെൻട്രൽ ലൈൻ ഇടാനും വെന്റിലേറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അനസ്തറ്റിക്സിനെ വിളിച്ച് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രാണപ്രിയൻ എന്റെ ഹാർട്ടിന്റെ വിനോഡിന്റെ ഭാഗത്തെ 5 ബ്ലോക്കുകളും അത് തെറിപ്പിച്ച് എനിക്ക് സൗഖ്യം തന്നു. വിത്തൗട്ട് എനി മെഡിക്കേഷൻ, ഒരു ഡ്രോപ്പ് മെഡിസിൻ പോലും ശരീരത്തിൽ കയറ്റാതെ എന്റെ ഹാർട്ടിനെ നോർമലാക്കി തന്ന എന്റെ പ്രാണപ്രിയനെയാ ഇന്ന് ഞാൻ ഉയർത്തുന്നത്. എല്ലാവരും ഈ ലോകം പോലും, ഞാൻ വായിച്ച വാക്യം അങ്ങനെയാ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം അവൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ തിന്മയ്ക്കല്ല നന്മയ്ക്കാ. നിങ്ങൾക്കറിയണമോ, എന്റെ പ്രിയപ്പെട്ടവൻ ഈ ഭൂമിയിൽ നിന്ന് വേർപെടുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ അതിശക്തമായി 2.25 മണിക്കൂർ പ്രസംഗിച്ച ഒരു വചനമാണ് റോമർ 8:28. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ അപ്പയോട് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ അന്നും ഇന്നും. അപ്പാ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളത് സത്യമാ. 43-ാമത്തെ വയസ്സിൽ ലോകം വിട്ട് പ്രാണപ്രിയനോട് ചേരുവാൻ എന്റെ പ്രിയപ്പെട്ടവൻ പോയി എന്നുള്ളത് സത്യമാ. അതോടൊപ്പം സകല വഴികളും എന്റെ മുമ്പിൽ അടഞ്ഞു എന്നുള്ളത് സത്യമാ. ജോലി വിട്ട് അപ്പനെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചതിന്റെ പേരിൽ ആദ്യത്തെ 6 വർഷം ഞാൻ അനുഭവിച്ച പ്രതികൂലങ്ങൾ ചെറുതല്ല, സത്യമാ. പക്ഷെ കരത്തിൽ പിടിക്കാമെന്ന് പറഞ്ഞവൻ ഈ സെക്കൻഡിലും എന്റെ കരം വിട്ടു പോയിട്ടില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയാം, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല കേട്ടോ. ബാധ്യത എന്തൊക്കെയാണെന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിന്റെ മക്കളെ വിദ്യാഭ്യാസം എനിക്കൊരു ബാധ്യതയാ, നിങ്ങളുടെ വാടക എനിക്കൊരു ബാധ്യതയാ, നിങ്ങളുടെ ഉപജീവനം എനിക്കൊരു ബാധ്യതയാ. നിങ്ങൾക്കറിയണമോ പ്രിയമുള്ളവരെ, എന്റെ അപ്പൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്റെ മക്കളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ആരുടെ മുമ്പിൽ കരം നീട്ടാൻ അനുവദിക്കാതെ 2 പേരെ ഒന്നിച്ച് MBBS ഗ്രാജുവേറ്റ് ചെയ്യാൻ സ്വർഗം അവർക്ക് ഭാഗ്യം കൊടുത്തു. റീസെന്റ് അവർ ഗ്രാജുവേറ്റ് ചെയ്ത് പുറത്തു വന്നു. ഇന്ന് വരെ വാടകയ്ക്ക് ഒരു മനുഷ്യന്റെ മുമ്പിൽ കൈനീട്ടാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. പ്രതിസന്ധികൾ വരാഞ്ഞിട്ടല്ല, പ്രശ്നങ്ങൾ വരാഞ്ഞിട്ടല്ല, പട്ടിണി വരാഞ്ഞിട്ടല്ല, വേദനകളും രോഗങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും വരാഞ്ഞിട്ടല്ല. പക്ഷെ അതിനെല്ലാം ഓവർകം ചെയ്യുവാൻ എന്റെ കരത്തിൽ പിടിച്ച കരുത്തനായ കർത്താവിന്റെ കരത്തിന്റെ സാന്ത്വനം, ആ കരത്തിന്റെ ശക്തി എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടത് കൊണ്ടാ. എനിക്ക് തന്ന സമയം തീർന്നിരിക്കുക. ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിന്ന് പിന്തിരിയുക. ദൈവമക്കളെ, ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നോർത്ത് ഇന്ത്യയിൽ നിന്നും ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇതിനകത്ത് പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ഏറ്റവും വലുത് അപ്പന്റെ സ്നേഹമാ, ഏറ്റവും വലുത് നിത്യതയാ. ഈ കാലത്തിലെ കഷ്ടങ്ങളോ, ഈ കാലത്തിലെ രോഗങ്ങളോ, ഈ കാലത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളോ അല്ല വലുത്. അതിനെ ഓവർകം ചെയ്യാൻ കൃപ തരുന്ന പ്രാണപ്രിയനാ വലുത്. ആ കാലിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നവരാരും നിരാശരായി പോകില്ല. ആ കാലിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നവരാരും പരാജയപ്പെടാൻ അനുവദിക്കില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ജയിച്ച വ്യക്തിയാ, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാ. അതുകൊണ്ട് എന്റെ അപ്പൻ ഒരിടത്തും എന്നെ പരാജയപ്പെടുത്തത്തില്ല എന്നുള്ള പൂർണ്ണ ഉറപ്പ് എനിക്കുണ്ട്. കഷ്ടതയാണോ സന്തോഷം, പട്ടിണിയാണോ സന്തോഷം, വേദനയാണോ സന്തോഷം, ഒരു മക്കൾ പട്ടിണി കിടക്കുന്നതിലും കഷ്ടത അനുഭവിക്കുമ്പോഴും ഒരു പിതാവിന് ഒരിക്കലും സന്തോഷിപ്പാൻ കഴിയത്തില്ലെന്ന് ഉത്തമ ബോധ്യം എന്റെ അകത്തളത്തിലുണ്ട്. ദൈവമക്കളെ, ആ വിശ്വാസവും ആ കാലിൽ കെട്ടിപ്പിടിച്ചു കിടന്നുള്ള യാത്രയുമാ ഈ പകൽ നിങ്ങളെ എന്റെ മുമ്പിൽ നിർത്തിയത്. മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ സഹായമായി ചോദിക്കുന്നു. ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് ശുശ്രൂഷിക്കുക, ഒറ്റയ്ക്ക് നാഥനെ ഉയർത്തുക എന്ന് പറയുന്നത് വളരെ പ്രതിസന്ധികൾ മറികടക്കേണ്ട ഒന്നാണെന്ന് എന്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്. ഒത്തിരി പരസ്യയോഗത്തിന് പ്രസംഗിക്കുന്ന ആളാ ഞാൻ. ഒരുപാട് പരസ്യയോഗങ്ങൾ ഞങ്ങൾ 5-6 പേർ ചേർന്ന് നടത്താറുണ്ട്. ഒരുപാട് പരസ്യയോഗങ്ങൾ മെഡിക്കൽ കോളേജിന്റെ വാതിൽക്കലും ജനറൽ ഹോസ്പിറ്റലിന്റെ വാതിൽക്കലും മണിക്കൂറുകളോളം നിന്ന് എന്റെ പ്രാണപ്രിയന്റെ വാക്കുകൾ, സദ്വർത്തമാനം ട്രാക്ട് കൊണ്ട് 400, 600, 800 ട്രാക്ട് കൊണ്ട് മെഡിക്കൽ കോളേജിന്റെയും ജനറൽ ആശുപത്രിയുടെയൊക്കെ വാതിൽക്കൽ കൊണ്ടുനിന്ന് കൊടുത്ത് അനേകരില് എന്റെ അപ്പന്റെ സ്നേഹത്തെ പകർന്നു കൊടുക്കുന്ന വ്യക്തിയാ ഞാൻ. ചില സമയത്ത് ഫീൽ ചെയ്യും ഒറ്റയ്ക്കുള്ള യാത്ര പാടാണെന്ന്. പക്ഷേ അപ്പൻ എന്റെ ഒപ്പമുണ്ടെന്നുള്ള ഉറച്ച ധൈര്യം എന്റെ അകത്തളത്തെ ഭരിക്കുന്നു. ഒറ്റ പ്രാർത്ഥന മാത്രം നിങ്ങളോട് ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു വാക്കുകളെ ഉപസംഹരിക്കുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റൊന്നിനും വേണ്ടിയല്ല, എനിക്കൊരു ഭവനം കിട്ടാൻ വേണ്ടിയല്ല, ഈ ഭൂമിയിലെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയല്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം. തളർന്നു പോകാതെ ഈ ഓട്ടം നിത്യത വരെയും ഓടുവാൻ, അവസാന ശ്വാസം വരെയും ഇതാ എന്റെ പ്രാണൻ. ഈ പ്രാണനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഏത് സാഹചര്യത്തിന്റെ നടുവിലും വിശ്വസ്തയോടെ എന്റെ പ്രാണപ്രിയന് വേണ്ടി നിലകൊള്ളുവാൻ
എന്റെ പ്രാണപ്രിയന് വേണ്ടി ജീവിക്കുവാൻ അവസാന ശ്വാസം വരെ എന്റെ അപ്പനെ ഉയർത്തുവാനുള്ള ഭാഗ്യം ഈ ഭൂമിയിൽ എനിക്ക് ലഭിക്കേണ്ടതിന് അതിന്റെ പിന്നിൽ ഒരു ശത്രുവിന്റെ തന്ത്രങ്ങളോ ഒരു പ്രതിസന്ധികളോ എന്നെ പരാജയപ്പെടുത്തി ഒരു തോറ്റ പടയാളിയെ പോലെയല്ല, ഈ പോർക്കളത്തിൽ ഒരു വിജയിച്ച പടയാളിയെ പോലെ, മുന്നിൽ നിന്ന് യുദ്ധം ചെയ്ത ധീര പടയാളിയെ പോലെ എന്റെ അപ്പയുടെ രാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് വിശേഷ കൃപയും വിശേഷ കരുതലും എന്റെ പ്രാണപ്രിയൻ എനിക്ക് എന്നിൽ പകർന്നു തരേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥനയെ സഹായമായി ചോദിച്ചുകൊണ്ടും സാക്ഷ്യം പറയുവാൻ എന്നെ ക്ഷണിച്ച എന്റെ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. മാറാനാഥ. God bless you all. Thanks.